നമസ്കാരം. യു ക്യാൻ ഡു ചാനലിന്റെ കുക്കിംഗ് സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് മഗ് കേക്ക് ആണെന്നാണ് അമ്മ എന്നോട് പറഞ്ഞത്. പേര് കേട്ടപ്പോഴേ ഞാൻ എക്സൈറ്റഡ് ആണ്. അപ്പോൾ അതേ എക്സൈറ്റ്മെന്റോടെ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. 4 നേന്ത്രപ്പഴം അരിഞ്ഞത്, 2 മുട്ട, 1/2 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 പിഞ്ച് ബേക്കിംഗ് സോഡ. ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കുക. ഇതാണ് നമ്മുടെ പഴം എല്ലാം മിക്സ് ചെയ്ത മിക്സ്. ഇതാണ് ഈ മിക്സ് നമ്മൾ ഇനി മാവെല്ലാം കൂടി ചേർത്ത് കുഴയ്ക്കാനുള്ള ബൗളിലേക്ക് ഒഴിക്കാം. ഈ കൂട്ടിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ചോക്ലേറ്റ് പൗഡർ എടുത്ത് വെച്ചിരുന്നു. അത് പാലിൽ കലക്കി ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇത് 2.5 കപ്പ് ഗോതമ്പ് മാവാണ്. ഇത് നന്നായി അരിച്ചു വെച്ചതാണ്. ഈ മാവ് ഈ പഴത്തിൻ്റെ മിക്സിലേക്ക് കുറേശ്ശെ ഇട്ട് ഇളക്കി മിക്സ് ചെയ്യണം. അങ്ങനെ നമ്മൾ മാവിൻ്റെ മിക്സ് തയ്യാറാക്കി കഴിഞ്ഞു. കേക്കിൻ്റെ മിക്സ് ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇത് 20 മിനിറ്റ് നേരം നമുക്ക് സെറ്റ് ആകാൻ വേണ്ടി വെക്കാം. ഞാൻ കുറച്ച് പഞ്ചസാര പൊടിച്ചത് അതിലേക്ക് ചേർക്കുകയാണ്. കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഈ മഗ്ഗുകളിലാണ്. അതിന് മഗ്ഗിലാദ്യം നെയ്മയം തുടയ്ക്കണം. നെയ്യ് തേച്ച് അതൊന്ന് റെഡിയാക്കിയിട്ട് അതിലേക്കാണ് ഈ മാവ് കോരി ഒഴിക്കേണ്ടത്. കുക്കറിലല്ല, ബേക്കിംഗ് ഓവനിലല്ല, ഇത് നമ്മുടെ ഇഡ്ഡലി ചെമ്പിലാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഇത് ഇഡ്ഡലി നല്ല ആവി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ആവിയിലേക്കാണ് ഇതെടുത്ത് വയ്ക്കുന്നത്. അല്ലാതെ ഇത് വെച്ചിട്ട് ആവി കയറാൻ നിൽക്കരുത്. ആവി നന്നായി കയറിയ ശേഷം കപ്പ് അതിനകത്തേക്ക് എടുത്ത് വെക്കുക. വേവിച്ച ശേഷം നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് മഗ് കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് തൊട്ട് നോക്കിയാൽ അറിയാൻ നല്ല സ്പോഞ്ചി ആയിരിക്കുകയാണ്. നമ്മൾ എന്തായാലും ആദ്യം കാണുന്ന ഒരാൾ ഒരിക്കലും പറയില്ല ഇതൊരു ഇഡ്ഡലി ചെമ്പിൽ ഉണ്ടാക്കിയ കേക്കാണെന്ന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ആണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്തവർക്ക് ഒരുപാട് നന്ദി. സോ യു ക്യാൻ ഡു. താങ്ക് യു.